ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖവും സന്തോഷവും സമാധാനമൊക്കെ ഉണ്ടാവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കിയാലോ. ഇന്നലത്തെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ വീഡിയോയിലുള്ളത്. അപ്പോൾ ഇന്ന് പെരും മഴയാണ്. അപ്പോൾ എല്ലായിടത്തും മഴയൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. വെള്ളമില്ലാത്തവർക്കൊക്കെ വെള്ളമായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മക്കളെ, നമുക്ക് രാവിലെ അടുക്കളയിൽ കയറാൻ നല്ല മടിയെന്ന്. കാരണം നല്ല മഴയുണ്ടോ, നല്ല മഴ ആകുമ്പോൾ നല്ല തണുപ്പൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് എളുപ്പം അടുക്കളയിൽ കയറാൻ തന്നെ മടിയാണല്ലോ അല്ലേ. എനിക്കങ്ങനെയാണ് കേട്ടോ, എല്ലാവർക്കും അങ്ങനെയാണെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ മടിയൊന്നും പിടിച്ചിട്ട് കാര്യമില്ലല്ലോ, വേറെ ആരും ഉണ്ടാക്കി തരാനൊന്നും ഇല്ലല്ലോ. അപ്പോൾ എളുപ്പം ചപ്പാത്തിയും സോയാബീനും കിഴങ്ങൊക്കെ ഇട്ടിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു വറുത്തരച്ച കറിയൊക്കെ ഉണ്ടാക്കിയെന്ന്. അപ്പോൾ വീഡിയോ എടുക്കാനൊന്നും നിന്നിട്ടില്ല കേട്ടോ മക്കളെ. നേരം വെക്കുന്ന സമയത്ത് അങ്ങനെ ചായയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ കുറച്ച് നേരം മഴയൊക്കെ കണ്ട് ആസ്വദിച്ച് നിൽക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നോക്കി നിന്നിട്ടാട്ടെ പിന്നെ നമ്മളെ ഉച്ചക്കൊക്കെയുള്ള പരിപാടിയൊക്കെ നോക്കുക. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പണിയൊക്കെ തീർക്കുന്നതിൻ്റെ ഇടയിൽ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ഒന്ന് റെസ്റ്റ് എടുക്കാൻ നോക്കും. അപ്പോൾ ഇതാ മഴയൊക്കെ നല്ല കനത്ത മഴ കണ്ട് നിൽക്കും, പിന്നും കുറച്ച് നേരം നിന്നാൽ പിന്നും പെയ്യും കേട്ടോ. അപ്പോൾ അതാ വെടുക്കുറത്തൊക്കെ ഒന്നുകൊണ്ട് ഇറങ്ങി നോക്കുമ്പോൾ വെള്ളമൊക്കെ അതവിടെ നല്ല പുഴ പോലെ ഇങ്ങനെ ആയി നിൽക്കുകയാണ് കേട്ടോ വെള്ളം. അപ്പോൾ കുറച്ച് നേരം മഴ നിൽക്കുന്ന സമയത്ത് തന്നെ വെള്ളമൊക്കെ വലിഞ്ഞ് പോകുന്നുണ്ട്. അപ്പോൾ അടിയിലെ നല്ല അടിപൊളിയായിട്ടുള്ള മഴയുണ്ട് പെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ മഴ തന്നെ അങ്ങനെ നോക്കി നിന്നിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ അതാ ചോറിനൊക്കെ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെ മൺകുടുക്കയിൽ. അപ്പോൾ ചോറൊക്കെ പെട്ടെന്ന് തന്നെ ആവട്ടോ. പണിയെടുക്കാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നേരം മതിയല്ലോ അല്ലേ, പെട്ടെന്ന് തന്നെ പണിയൊക്കെ ഒരുങ്ങി കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം നമ്മളിതാ ഓരോന്ന് ചെയ്യാണ്. അപ്പോൾ ചോറിനൊക്കെ ഒന്ന് വെള്ളം വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് കത്തിച്ച് വെച്ചിട്ടുണ്ട്, പോന്നിട്ടുണ്ട്. കത്തിച്ച് വെച്ച് പോകുന്നതല്ല കേട്ടോ, അതിൽ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളം വെച്ച് നന്നായി കത്തിച്ചിട്ട് പെട്ടെന്ന് അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ നമുക്ക് ഇനി കറിയൊക്കെ വെക്കാനുള്ള പരിപാടിയാണ്, കൂട്ടാനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെടീൻ്റെ അവിടെ ഉണ്ടായി ഒന്ന് മുളച്ച് നിന്നിട്ട് നമ്മളെ ചീര, ഒരു ചീര ഇങ്ങനെ വെറുതെ മുളച്ചതാണ്. അത് നമ്മളെ ഇന്ന് കൊണ്ട് മുറിച്ചിടുന്നതാണ് കേട്ടോ. അപ്പോൾ അതാ നല്ല അടിപൊളിയായിട്ടുള്ള ചക്കക്കുരുവാണ്. അപ്പോൾ ഇത് ഞാൻ ഇന്നലെ തൊലി കളഞ്ഞ് വെച്ചത് എന്നിട്ട് തൊലിയൊക്കെ ഉണങ്ങിയ ചക്കക്കുരു ചെയ്യുമ്പോൾ പെട്ടെന്ന് തൊലിയൊക്കെ പോന്നെടുക്കാൻ പറ്റും. അപ്പോൾ റെഡിയാക്കി വെച്ച കാരണം ഒരു സമാധാനം, നമുക്ക് കറി ഉണ്ടാക്കാൻ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മളത് ആ കുക്കറിൽ ഇട്ടിട്ട് അടിപൊളിയായിട്ടുള്ളൊരു മുളക് കറിയായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ചക്കക്കുരു മുളക് ഇടാത്തവരൊക്കെ ഉണ്ടെങ്കിൽ മക്കളെ ഒന്ന് മുളക് ഇട്ട് നോക്കിയിട്ട് അതുപോലത്തെ നല്ല പൊടിയുള്ള ചക്കക്കുരു ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ എന്നും ഇറച്ചി മീനും ചിക്കനും കോയും എന്ന് പറഞ്ഞ പോലെ മീനായിട്ടും എന്നും കറികളല്ലേ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് മാറ്റിയിട്ടതുപോലെ കറി ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടം കേട്ടോ. അപ്പോൾ ചക്കക്കുരു ഉണ്ടാക്കുമ്പോൾ അതുപോലെ നല്ല പൊടിയുള്ള ചക്കക്കുരു ആവും ചെയ്യണം. ഇത് അത്യാവശ്യം വലിയ തേന്നിട്ട് അപ്പോൾ നമ്മളെ മുതച്ഛൻ്റെ വീട്ടിൽ നിന്നൊരു ചക്ക കിട്ടിയെന്ന്. അപ്പോൾ അതിൻ്റെ കുരുവൊക്കെ അസലായിട്ട് ഞാൻ വെയിലുണ്ടായപ്പോൾ വെയിലിൽ നിന്ന് ഉണക്കിയിട്ട് വെച്ചത് കഴിഞ്ഞിട്ട് അപ്പോൾ തൊലിയൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ തൊലി പെട്ടെന്ന് തന്നെ എടുത്ത് കിട്ടുമല്ലോ. അപ്പോൾ ഇതിൻ്റെ ചുവപ്പ് കളയണമെന്നൊന്നുമില്ല. അപ്പോൾ നമ്മൾ നടുമുറിച്ചാൽ തന്നെ ആ തൊലിൻ്റെ പോകുന്ന കിട്ടും, അപ്പോൾ പെട്ടെന്ന് തന്നെ ആവും ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള പണിയൊക്കെ രാത്രിയൊക്കെ വെറുതെ ഇരിക്കുന്ന സമയത്തൊന്ന് തൊലി കളഞ്ഞൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ നമുക്ക് പണിയൊക്കെ എളുപ്പമാക്കി എടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ അതൊക്കെ ചക്കക്കുരു കഴുകിക്കാണ്ടാണ് കുക്കർക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് 2 തക്കാളിയും അതുപോലെ 4 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും അതുപോലെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കട്ടെ. മല്ലിപ്പൊടി കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി, എരിവൊന്ന് ചെറുതായിട്ടൊന്ന് ഇതാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയൊക്കെ കുത്തിയിട്ട് കാണ്ടുണ്ടല്ലോ അടിപൊളിയായിട്ടുണ്ട്. മുളക് ഇട്ടിട്ടുണ്ടെങ്കിൽ തക്കാളി നല്ല ഇട്ടുള്ളിട്ടോ, നല്ല തക്കാളി ഇട്ടാൽ നല്ല ഡ്രസ്സാണ്. അപ്പോൾ എനിക്കങ്ങനെ കേട്ടോ, ഞാൻ വലിയ തക്കാളി 2 ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ പച്ചമുളകൊക്കെ ഉണ്ടല്ലോ ഇട്ടിട്ട് നല്ലൊരു രസം തന്നെ ഇട്ടത്. അപ്പോൾ ഒരു പുളി വേണ്ട, പുളി വേണമെന്നില്ല, തക്കാളീൻ്റെ പുളി മാത്രം മതി. അപ്പോൾ ഞാൻ പുളി പിഞ്ഞറിഞ്ഞിട്ടുള്ള ഇതുണ്ടല്ലോ അതിലൊരു കുറച്ച് ചെറിയൊരു പുളി ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഈ വെള്ളമാണ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്, പുളിയല്ല കേട്ടോ. അപ്പോൾ ഞാനിതാ ഇളക്കിയെടുത്ത് കൊടുത്തിട്ടുണ്ട്. അതിക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചക്കക്കുരൊക്കെ വെക്കുമ്പോൾ ആദ്യം തന്നെ ഉപ്പിട്ട് കൊടുത്തിട്ട് വെച്ച് കൊടുത്താൽ മതി കുക്കറിലാവുമ്പോൾ. അപ്പോൾ ഇനി ഇത് നമുക്ക് 2 വിസിലടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അടിപൊളിയിലുള്ള ചക്കക്കുരു വട റെഡി ആയി കിട്ടും. പിന്നെ അതിൻ്റെ ശേഷം നമുക്കൊക്കെ ഒന്ന് അതിക്ക് വറവിട്ടിട്ട് വെളിച്ചെണ്ണയിലൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയാവും കേട്ടോ. ഇനി പിന്നെ നമുക്കുള്ള ഇന്നത്തെ കൂട്ടാൻ വേറെ ഇതാണ്, അവിയലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിയലിന് ഇതാ 2 മുരിങ്ങാക്കായ ഉണ്ട്, പിന്നെ അതുപോലെ പച്ചപ്പഴം ഉണ്ട്, ക്യാരറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഈ ചീര ഇട്ട് കൊടുക്കുക, കിഴങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ കൂടെ വെച്ചിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു അവിയലും കൂടി ഉണ്ടാക്കിയിരിക്കാൻ കേട്ടോ. അപ്പോൾ ഈ മുരിങ്ങാക്കായ ഇളയതാവുമ്പോൾ തന്നെ നന്നായിരിക്കും. അപ്പോൾ കുറച്ച് മൂത്തതാണെന്നുണ്ടെങ്കിൽ നല്ല പ്രാടാണ് കേട്ടോ, അത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു രുചി ഉണ്ടാവില്ല. അപ്പോൾ മുരിങ്ങാക്കായ നീളത്തിൽ കട്ട് ചെയ്ത് കണ്ട് നടുവൊന്നും കണ്ട് എടുത്താൽ മതി. അപ്പോൾ എല്ലാതും നീളത്തിലാട്ടെ ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്നാണ്ട് കട്ട് ചെയ്ത് കണ്ട് അതാണ് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഈ ക്യാരറ്റ് അതുപോലെ ഇതിൻ്റെ തൊലിയൊന്ന് ഞങ്ങളുടെ വേറെ എടുക്കായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് നല്ല പുതിയ ക്യാരറ്റൊക്കെ തന്നെ നല്ല ഉഷാറുണ്ട്. ഇത് കുറച്ച് ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒന്നുകൊണ്ട് വാടിയ പോലെ ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇതും നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ബീൻസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ എന്ത് പച്ചക്കറി വേണമെന്നുണ്ടെങ്കിലും കുമ്പളന, വെള്ളേരി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ ഈ അവിയലാണെങ്കിലും അതുപോലെ രസമൊക്കെ ആണെങ്കിലും ഇവിടെ നല്ല ഇഷ്ടമായിട്ട് ഇക്കാക്ക് ഇറച്ചി മീനിനെക്കാട്ടിയൊക്കെ ഇഷ്ടമുള്ള സംഭവമാണ്. പക്ഷേ അപ്പോൾ എന്നും നടക്കില്ലല്ലോ. അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ എന്നാണെങ്കിലും അതൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ
ഇടയ്ക്കൊക്കെ ഒന്ന് അണ്ടും കൊണ്ടൊക്കെ ഒന്ന് മാറ്റി ഉണ്ടാക്കി കേട്ടോ. നല്ല മഴയാണ് കേട്ടോ, പുറത്ത് ഇരുട്ട് കുത്തിയ പോലെ അങ്ങനെ മഴയാണ് വരുന്നത്. അപ്പോൾ എല്ലാതും ഞാനിവിടെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കിഴങ്ങും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് അടുപ്പത്ത് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ക്യാരറ്റ് ഒന്ന് തന്നെ എടുത്തിട്ടുള്ളൂ വലുതായ കാരണം കേട്ടോ. അപ്പം ഇനി ഇതാണ്ട് ഗ്യാസ്മ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് ലേശം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിരിക്കണം, അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ മറ്റടുപ്പത്ത് നമ്മൾ പപ്പടം പൊരിച്ചെടുക്കുകയാണ്. അപ്പം ഇനി അതിലേക്ക് ഞാനിവിടെ തേങ്ങയും ജീരകവും ഉള്ളിയും കൂടി ഒന്ന് അരച്ചിങ്ങാണ്ട് ഒഴിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനത് പപ്പടം പൊരിച്ചാണ് കണ്ടപ്പോൾ ഇതിൻ്റെ മോള് വണ്ടി വന്നിങ്ങനെ കേട്ടോ. ഓൾക്ക് ഇങ്ങനെ ഓരോന്നിൻ്റെ കയ്യിൽ തരണം. അപ്പോൾ എനിക്കാണെങ്കിൽ ധൃതി പണിയാകുമ്പോൾ ഓള് ഇവിടെ തന്നിട്ടൊന്നും കാത്ത് കയറുണ്ടാവില്ല കേട്ടോ. അപ്പം ഞാൻ ധൃതിയിൽ ഇങ്ങനെ ഒരേ പണിയാവും. അപ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം കേട്ടോ ഓളിങ്ങനെ വരുന്നത്. ഇക്ക് കാട്ട് എന്ന് ഇങ്ങനെ പറഞ്ഞു നിൽക്കും. അപ്പോൾ ഓൾക്ക് കൈ കൊടുത്തിട്ട് പിന്നെ ഓരോന്നും ഇങ്ങനെ കൈക്ക് എടുത്ത് തരും. അപ്പോഴായിട്ട് നമ്മൾ പൊരിക്കാൻ പാടുള്ളൂ. അങ്ങനെ ഓൾക്കൊരു ഇഷ്ടമാണ്. അങ്ങനെ ഒരു ദിവസം കൊടുത്തതാണ് സംഭവം. അപ്പോൾ എന്നും ഇപ്പം അങ്ങനെ വരും കേട്ടോ. പപ്പടം ഓൾക്ക് ഇങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കണ്ടില്ലേ, ബാക്കിയുള്ളത് ഓളെ കയ്യിൽ കൊടുത്ത് അങ്ങനെ എല്ലാം ഇത് ഇവിടെ അതാ പൊരിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം ഇന്ന് നമുക്ക് പച്ചമീനല്ല കേട്ടോ, ഉണക്കൽ മീനാണ്. അപ്പോൾ ചില ദിവസം ഉണക്കൽ മീനാണെങ്കിലും നല്ല രസമാണല്ലോ അല്ലേ. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ എന്നും എല്ലാതും ഒരേ ദിവസം തന്നെ ആകുമ്പോൾ നമുക്ക് ചടപ്പാണ്. ദിവസം അങ്ങനെ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അപ്പോൾ അടിപൊളിയല്ല ചോറൊക്കെ കഴിക്കാൻ. അപ്പോൾ അതാ നമ്മൾ ഉണക്കലും കൂടി ഇങ്ങനെ പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ വെളിച്ചെണ്ണയിൽ ആദ്യം പപ്പടം പൊരിച്ചതിൻ്റെ ശേഷം അതാ മീനും കൂടി പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് അതുപോലെ പച്ചമുളകും കണ്ട് നോക്കിയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ് അല്ലേ, പച്ചമുളകിൻ്റെ ആ ഒരു ടേസ്റ്റ്. അപ്പോൾ ആ ഒരു ഉപ്പും ഇതൊക്കെ എണ്ണയിലൊക്കെ കിടന്നിട്ട് മൂത്ത് വരുമ്പോൾ നല്ല രസം തന്നെയാണല്ലേ. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ കടുകൊക്കെ പൊട്ടിച്ച് കാണ്ട് നമ്മൾ ആദ്യമൊക്കെ അവിയൽക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ചക്കക്കുരുമുളക് ഇട്ടിട്ടുണ്ടല്ലോ അതേക്കും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചക്കക്കുരു ഒക്കെ അസലായിട്ട് നല്ല ഉഷാറായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ പൊടിയുള്ള ചക്കക്കുരു ഇതുപോലെ മുളകിട്ടാൽ കേട്ടോ നന്നാവുള്ളൂ. അപ്പോൾ ഇന്ന് ചക്കക്കുരു മുളകിട്ടത് ഉണക്കൽ അവിയൽ പപ്പടമൊക്കെ കൂടായിട്ടാണ് ഇന്നത്തെ ഊണ്. അടിപൊളിയായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ശേഷം നമ്മളെ തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, നല്ല മഴയാണ്. അപ്പോൾ മോളുവിനെ ആദ്യമൊക്കെ കുളിപ്പിച്ചിട്ട് അകത്താക്കിയിട്ടുണ്ട്. എന്താ കാട്ടണമെന്ന് നമ്മളൊന്ന് പോയി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ തുടക്കലൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ കുളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അത് ഓളുടെ അടുത്തേക്ക് ഒന്ന് പോയി നോക്കിയാണ്. അപ്പോൾ ഇവിടെ പാവക്കുട്ടീനായിട്ട് നല്ല കളിയായിട്ട് ഓരോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കളിക്കുകയാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് കണ്ടപ്പോൾ എനിക്കിങ്ങനെ കാണിച്ചു തരാണ് കേട്ടോ ഓളെ പാവക്കുട്ടീനെ. പിന്നെ നമ്മൾ ചോറുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ മക്കളെ. അങ്ങനെ ചോറുന്നതിൻ്റെ ശേഷം പിന്നെ എളുപ്പം ഈ നല്ല മഴ അല്ല, അപ്പോൾ കുറച്ച് കടലുണ്ടായിരുന്നിരുന്നു അടുത്ത് കണ്ടൊന്ന് വറുത്തിട്ട് ഇങ്ങനെ മയത്തിരുന്നിട്ട് കഴിക്കാനൊരു പൂതിട്ടാ കടല വറുത്തിട്ട് കഴിക്കാൻ. അപ്പോൾ ഇതിൽ കുറച്ച് ആദ്യം ഉപ്പിട്ട് ചൂടാക്കിയിട്ടാണ് ഞാൻ വറുക്കൽ. അല്ലാതെ മണലിട്ടാൽ മണൽ പിന്നെ നമുക്ക് എപ്പോഴും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഉപ്പിട്ടിട്ടാണ് വറുക്കൽ. അപ്പോൾ അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഉപ്പിടാനൊന്നും നിന്നിട്ടില്ല. ഇതുപോലെ തീയൊക്കെ ഒന്ന് കുറച്ചിട്ടും കൂട്ടിയിട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ വറുത്തെടുത്തിട്ട് അപ്പോൾ കഴിക്കാനൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മൾ മഴ ആസ്വദിച്ചിരുന്നിട്ട് കൊലായിലൊക്കെ കൊണ്ടുപോയിട്ട് ഞാനും മക്കളും കൂടി ഇങ്ങനെ കഴിക്കാനിട്ടോ. അപ്പോൾ മോളുവിന് കൊടുത്ത് നോക്കുമ്പോൾ മോളുവിന് ഇതൊന്നും ആവശ്യമില്ല. അപ്പോൾ അത് മഴ അടിപൊളിയായിട്ട് തന്നെ പെയ്യുന്നുണ്ട്. നല്ല സ്ട്രോങ് ആവും ചെയ്യും, കുറയും ചെയ്യും. അങ്ങനത്തെ ഒരു മഴ ഉള്ളൊരു ദിവസമായിരുന്നിട്ടെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.